പാബുസ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ടിറ്റ്ലിസി എന്ന് പറയുന്ന ഒരു മൗണ്ടൻ്റെ മുകളിലല്ല നമ്മളിപ്പോൾ ഇറങ്ങി നമ്മൾ ഇനി ജനീവയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട്. ആ പേജും നമ്മൾ ഫോളോ ചെയ്യണേ. നമ്മൾ ഇപ്പോൾ പോകുന്നത് സ്വിറ്റ്സർലൻഡിലെ ഇൻ്റർലാക്കൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്കാണ്. അതിമനോഹരമായ സിറ്റിയാണ്. 2 ലേക്കിൻ്റെ നടുക്ക് അവർ ബിൽഡ് ചെയ്ത ഒരു ടൗണാണ് ഇൻ്റർലാക്കൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ താഴ്ത്ത് കാണുന്ന ഒരു സ്ഥലം, വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കൂടി കാണുന്ന ഈ സ്ഥലം, നിങ്ങൾ അകലെ മലയുടെ മുകളിൽ നിന്ന് ചെറിയൊരു നാര് പോലെ കാണുന്നത് അതൊരു വെള്ളച്ചാട്ടമാണ്. അവിടെ അതുപോലെ പല വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൻ്റെ അടിയിലാണ് ഈ ടൗൺ. ഈ ടൗണല്ല, ഒരു എയർപോർട്ട് ഉണ്ട് അവിടെ, ഒരു പ്രൈവറ്റ് എയർപോർട്ട്. നിങ്ങൾ ദിൽവാലെ ദുൽഹനിൽ ലേ ജായേംഗെ എന്ന ഷാറുഖ് ഖാൻ്റെ, അത് യാഷ് ചോപ്ര പടത്തിൽ ഷാറുഖ് ഖാൻ എയർപോർട്ടിൽ ഓടി വരുന്ന ഒരു പ്ലെയിൻ പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ഓടി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ അതിമനോഹരമായൊരു സ്ഥലമാണ്. നമ്മൾ അതിനോട് ചേർന്നാണ് നമ്മൾ പോകണം. അപ്പോൾ ഇൻ്റർലാക്കൻ, നിങ്ങൾ സ്വിറ്റ്സർലൻഡ് വരാണെങ്കിൽ ഇൻ്റർലാക്കൻ മിസ് ചെയ്യരുത്. അതിമനോഹരമായ സ്ഥലമാണ്. ഇത് ഇൻ്റർലാക്കനിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറും കൂടിയും ഇൻ്റർലാക്കൻ സ്ഥലത്തേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ അവിടേക്കൊക്കെ നമുക്ക് എൻട്രി വേണമെങ്കിൽ നമ്മളവിടെ പെർമിഷൻ എടുക്കണം. സൈഡിലൊക്കെ പോയി ഫോട്ടോ എടുക്കാം. അങ്ങനെ പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ പുറത്തുനിന്നുള്ള അകലെന്നുള്ള കാഴ്ച നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നതോറും നമുക്കത് അതിൻ്റെ അവിടേക്ക് ആക്സസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, വഴികളുണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർലാക്കന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഇന്ത്യയായിട്ടൊരു ബന്ധമുണ്ട് ഇൻ്റർലാക്കൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഉണ്ടാക്കിയെടുത്തൊരു സിറ്റിയാണ്. ടൗൺഷിപ്പ് ഇവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഈ 2 സിറ്റികളുടെ നടുക്ക് അങ്ങനെ ഒരു ടൂറിസം ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ട് അവർ വളർത്തിയാണ്. പക്ഷേ ഇപ്പോൾ ഇവർ വിചാരിച്ച പോലെ അങ്ങോട്ട് വലിയൊരു ബൂമിങ്ങിലേക്ക് അത് വന്നില്ല ഈ സ്ഥലം. അങ്ങനെ വരുമ്പോഴാണ്, ഇവരിങ്ങനെ തകർന്നടിഞ്ഞിരിക്കുമ്പോഴാണ് യാഷ് ചോപ്ര, അതായത് നമ്മുടെ ഹിന്ദിയിലെ സംവിധായകൻ യാഷ് ചോപ്ര, അവരുടെ പടങ്ങളൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യാഷ് ചോപ്രയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം ആളുടെ മൂവി ലൊക്കേഷനുകൾ സ്വിറ്റ്സർലൻഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ദിൽവാലെ ദുൽഹനിൽ ലേ ജായേംഗെ ഇറങ്ങിയപ്പോൾ, ഞാൻ DDLJ എന്ന് പറയുന്നുള്ളൂ, DDLJ ഇറങ്ങിയപ്പോൾ ഇവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അങ്ങനെ ആ പടം ഇന്ത്യയിൽ ഭയങ്കര ഹിറ്റാവുകയും അതിൻ്റെയോട് ബാക്കി കൂടെ വേറെ പടങ്ങളുടെ ഷൂട്ടിങ്ങുകളൊക്കെ ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ പിന്നെ യാഷ് ചോപ്രയുടെ ഇതിൽ തന്നെ കെയർ ഓഫിൽ തന്നെ ഒരുപാട് വേറെ സൗത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ ഉള്ള പടങ്ങളൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഇത് പുറത്തേക്ക് ആൾക്കാർ അറിയാൻ തുടങ്ങി. നമ്മളങ്ങനെ ഇന്ത്യൻസ് ഒരുപാട് ടൂർ വരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് ബിസിനസ് ഡെവലപ്പായി. അപ്പോൾ ഇവിടുത്തെ ഈ ഇൻ്റർലാക്കൻ്റെ അംബാസിഡർ ആയിട്ടുള്ളത് നമ്മുടെ യാഷ് ചോപ്രയാണ്. ഇപ്പോഴും യാഷ് ചോപ്രയാണ് ഇവിടുത്തെ അംബാസിഡർ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഇവിടെ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഈ വർഷം പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പറ്റിയും കാണാം. അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാട്ടോ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരുപാട് എൻ്റെ ചുറ്റും കുട്ടികളാണ്, അവർ കളിച്ചത്. ഞാൻ എൻ്റെ ഇടയിൽ കൂടെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോണൊക്കെ ഷെയ്ക്ക് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക, അടിപൊളിയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകണം, ഇൻ്റർലാക്കൻ.
മഴ തോർന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഒന്ന് ഇറങ്ങി, വേഗം ഓടി. കാരണം ഇവിടെ നമുക്കൊരു 30 മിനിറ്റാണ് നമുക്ക് ആകെയുള്ള സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഓടിപ്പോവുക, ഇവിടെ ചെറിയ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. സ്വിറ്റ്സർലൻഡിൽ നമുക്ക് ഈ ടോയ്ലറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. ചില 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഫ്രീ. ബാക്കി യൂറോപ്പിൽ എവിടെ പോയാലും ടോയ്ലറ്റ് സർവീസൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഫ്രീ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം. €1 ആണ് ടോയ്ലറ്റിന് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഷോർട്ട് കട്ട് അടിച്ച് ഞങ്ങൾ വേഗം അവിടേക്ക് എത്തി. അപ്പോൾ ഇവിടെ ചെറിയൊരു മ്യൂസിയം ആണോ എന്തോ സംഭവം ഇവിടെ ഉണ്ട്, ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിലാണ് ആഷ് ചോപ്രയുടെ ചെറിയൊരു സ്റ്റാച്ചു വെച്ചാണെന്ന് പറഞ്ഞാൽ നമുക്കത് കാണാം പോകുന്ന വഴിക്ക്. അങ്ങനെ ഞങ്ങളുടെ വേഗമുള്ള നടത്തം ഞങ്ങൾ തുടർന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ഇവിടെ 30 മിനിറ്റ് മാത്രം ഉള്ളത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതാവണം. മഴ ചാരി തുടങ്ങി. വീഡിയോയിൽ പെട്ടെന്ന് കാണണമെന്ന് അറിയില്ല, മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. അതൊരു കാസിനോ ആണ്, ഈ ചൂതാട്ടം കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് പള്ളിയാണ്, പക്ഷേ അല്ല, അതൊരു ചൂതാട്ട കേന്ദ്രമാണ്. ഒരു ചൈനീസ് മാതൃകയിലൊക്കെ എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ നമ്മുടെ നടത്തം തുടർന്നു. ഇവർ ഗാർഡൻ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ വരുമ്പോൾ അവിടെ പുല്ല് വെട്ടലും വെള്ളം തളിക്കലും മഴയത്താണെങ്കിലും നനയ്ക്കാനുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ആഷ് ചോപ്രേനെ ഇവിടുത്തെ അംബാസഡർ ആക്കിയെന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്ര പേരുത്ത് ഇന്ത്യൻസ് ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ ആഷ് ചോപ്രയുടെ പടങ്ങളൊക്കെ കണ്ടിട്ടാണോ തീ വരുന്ന ആൾക്കാർ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അതെ, ഇവിടെ കൂടുതലും ഈ സ്വിറ്റ്സർലൻഡിനെ ഇത്ര ഫേമസ് ആക്കി, ഇന്ത്യയിൽ ഇത്ര ഫേമസ് ആക്കിയത് ഈ പറഞ്ഞ പോലെ ഈ ആഷ് ചോപ്രയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു സംസാരം. എന്തായാലും അത് നമുക്കിവിടെ വരുമ്പോൾ കാണാനുണ്ട്. ഇപ്പം ഞങ്ങൾ UK എന്നുള്ളൊരു സെറ്റിലായ കുറച്ച് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പാണ്. പക്ഷെ അത് കൂടാണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ടൂർ കമ്പനികൾ ഇവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഈ സ്വിറ്റ്സർലൻഡിൽ ഓരോ ടൗണിൽ പോകുമ്പോഴും അത്രമാത്രം ഇന്ത്യക്കാർ, ഞാൻ പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗ്ലാദേശികളുടെ കാര്യങ്ങളല്ല പറഞ്ഞത്, ഞാൻ ഇന്ത്യക്കാർ അത്രയധികം ഇവിടെ വരുന്നുണ്ട് സ്വിറ്റ്സർലൻഡ് കാണാനായിട്ട്. അപ്പോൾ ഈ ആഷ് ചോപ്ര എന്ന് പറയുന്ന ആൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും ബഹുമാനം കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാരനാണ് ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്ന സമയത്ത് ഈ സിറ്റിയെ അല്ലെങ്കിൽ ഈ ടൗണെ പൊക്കിക്കൊണ്ടുവരാൻ സഹായിച്ചത്. അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്, അതിന് ബാക്കിൽ മൗണ്ടിനൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിനും നല്ല മഴയായി, പിന്നെ ബാക്കിലെ മൗണ്ടിനൊക്കെ കാണാൻ പറ്റാണ്ടായി. നല്ല ഫോഗ് വന്ന് കയറി അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റാണ്ടായി. ഈ ഞങ്ങൾ അവിടേക്ക് ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ ജനീവ എന്ന് പറയുന്ന വേൾഡിലെ ഫേമസായ ഒരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെത്തി. അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഫൗണ്ടൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു പമ്പ് വെച്ച് മുകളിലേക്ക് അടിക്കുകയാണ് ഫോഴ്സിൽ. നമ്മൾ സാധാരണ ഒരു മോട്ടർ വെച്ച് അടിക്കില്ലേ, അതുപോലെ പമ്പ് വെച്ച് അടിക്കുക. അപ്പോൾ അത്രയും ഹൈറ്റിലേക്ക് പോകുമ്പോൾ അതൊരു ഫൗണ്ടൻ പോലെ ആ കാറ്റ് കൊണ്ടും അവിടെയുള്ള കാറ്റിൻ്റെ ഇതുകൊണ്ട് ഒരു ഫൗണ്ടൻ പോലെ വീഴാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ചെയ്യാവുന്ന ചെറിയ ചെറിയ ഐഡിയകളാണ്. ഒരു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ടൗൺ ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടുത്തെ വെള്ളം തന്നെ നല്ല ഫോഴ്സുള്ളൊരു പമ്പ് വെച്ച് മുകളിലേക്ക് അടിക്കുകയാണ്. വേറെ ഒന്നും ചെയ്യണില്ല, വേറെ ഒരു അട്രാക്ഷനും അതിനില്ല. പക്ഷേ അത്ര മുകളിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അത് വീഴുമ്പോൾ അത് നല്ല ഭംഗിയിലാണ് പോകുന്നത്. അത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. നമ്മുടെ ഗവൺമെൻറ്റിലെ അധികാരികളും ഒക്കെ ഇങ്ങനെ ഓരോ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നതാണ്. പക്ഷെ അതൊന്നും നമ്മുടെ അവിടെ പ്രാബല്യത്തിലാക്കണില്ല. നമ്മുടെ അവിടെ എന്തോരോ കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വരാം. ആൾക്കാർ ഇതൊക്കെ കാണാൻ വരും. പണ്ടത്തെ പോലെയല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ചിന്താഗതികളൊക്കെ മാറി. വീട്ടിലിരിക്കുന്ന സ്വഭാവമൊക്കെ ആൾക്കാരുടെ മാറി. ആൾക്കാർ നാട് കാണാൻ തുടങ്ങി. ടൂറിസ്റ്റ് ഇപ്പോൾ എന്ത് ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിലും അതൊക്കെ വന്ന് കാണാനുള്ള താല്പര്യം ആൾക്കാർക്ക് വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് മുതലാക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. എന്തായാലും അടിപൊളി കാഴ്ചകളൊക്കെയാണ് ജനീവയിലെ. ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ അഭയാർത്ഥികളുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലീഗൽ മൈഗ്രൻസൊക്കെ ഒരുപാടുള്ള കാരണം നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്ന്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ ക്ലോക്ക് ഉണ്ട്. ഫ്ലവർ ക്ലോക്ക് നിങ്ങൾ ദുബായിലുള്ളവർ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദുബായിൽ ഉണ്ട്, പക്ഷെ അത് ഇവിടുത്തെ ഈ ഫ്ലവർ ക്ലോക്കിൻ്റെ മാതൃകയാണ്. ശരിക്കും വർക്ക് ചെയ്യണ ഫ്ലവർ ക്ലോക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആ ഫ്ലവറൊക്കെ പോയിട്ട് അവിടെ അവർ വീണ്ടും വിത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വരണുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഇത് വരണല്ലേ ഉള്ളൂ. സ്പ്രിങ് കഴിഞ്ഞ് അതിലേക്ക് വരണുള്ളൂ. ഇതാണ് ആ ഫ്ലവർ ക്ലോക്ക്. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും അവർ പാകിയിട്ടുള്ളൂ, അത് മുളച്ച് വന്നിട്ടില്ല, പ്രോപ്പർ സംഭവത്തിലേക്ക് ആയിട്ടില്ല. അതാണ് ഇതിപ്പോൾ ദുബായിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ദുബായിൽ പോയിട്ടില്ല. ദുബായിൽ പോകുമ്പോൾ എനിക്ക് നേരിട്ട് പോയി കാണുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. പക്ഷേ ഞങ്ങൾ കോച്ച് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഫ്ലവർ ക്ലോക്കിൻ്റെ കാര്യം തീരുമാനമായി. ഈ യാത്രയിൽ നമ്മൾ പ്രതീക്ഷിച്ചായിട്ട് മോശമായ കാര്യം സംഭവമായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോക്കൺ ചെയർ. ഈ ബ്രോക്കൺ ചെയർ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. കാരണം നമ്മുടെ കോച്ച് പറഞ്ഞിട്ടുള്ളതാണ് ബസ്സിലെ. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടല്ല. ഈ ബ്രോക്കൺ ചെയർ ഇവിടെ ജനീവയിൽ വരണ പൊളിറ്റീഷ്യന്മാർക്കുള്ളൊരു റിമൈൻഡറാണ്. അതായത് നമ്മൾ യുദ്ധമുഖത്ത് ഉപയോഗിക്കണ ഓരോ വെപ്പണുകളും അതായത് യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് വരെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ലാൻഡ് മൈൻസ്, അപ്പോൾ അതിൽ കാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ കാലുകൾ പോകുന്നത്. യുദ്ധം കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ലാൻഡ് മൈൻ അവിടെ തന്നെ കിടക്കാണ്. അങ്ങനെ പിന്നെ ക്ലസ്റ്റർ ബോംബുകൾ, അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് എതിരെയുള്ള ഒരു റിമൈൻഡറാണ്. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കരുത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മൈനുകൾ ഒരുവിധ രാജ്യങ്ങളാരും ഉപയോഗിക്കണില്ല. അത് ബോംബ് സ്ഥലത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതിനെതിരെ നമ്മുടെ ഡയാന രാജകുമാരി ഒരു വലിയൊരു ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. യുദ്ധമൊത്തം ഇത് ഉപയോഗിക്കരുത് എന്നുള്ളത്. കാരണം ഒരുപാട് കുട്ടികളുടെ കാലുകൾ വരെ പോയിട്ടുണ്ട്. അങ്ങനെ അതാണ് ബ്രോക്കൺ ചെയർ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ പമ്പ് എന്ന് പറയണ്ട, ഫൗണ്ടൻ. ഇതാണ് ആ ഫൗണ്ടൻ. അപ്പോൾ നമ്മൾ ജനീവയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുക. നമ്മൾ നാളത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയണത് നമ്മൾ ഫ്രാൻസിലേക്കാണ് പോണത്, പാരീസിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾ തന്നെ സപ്പോർട്ടാട്ടെ നമ്മുടെ ബലം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരം പോക്കിൽ എടുക്കുന്നതാണ്. നമ്മൾ വലിയ പ്രൊഫഷണൊന്നും അല്ല. ആൾക്കാർ ചോദിക്കണ്ടോ, നീ ഇത്ര സെറ്റപ്പിലൊക്കെ എടുത്തുകൂടായിരുന്നു. നമ്മുടെ ഈ കുഞ്ഞ് ഫോണും പിടിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ കീപ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മിസ് ചെയ്യരുത്, ഫ്രാൻസാണ്. നമ്മൾ ഫ്രാൻസിലേക്ക് പോവാണ് ഇവിടുന്ന്. അപ്പോൾ see you.